നമസ്കാരം. ഈ റിയൽ എസ്റ്റേറ്റിൽ വാല്യൂ അഡീഷൻ നടത്താനായിട്ട് ഒരുപാട് മാർഗ്ഗങ്ങളുണ്ട്. അതിൽ നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് അനുയോജ്യമായ രീതിയിൽ അതിൽ മാറ്റങ്ങൾ വരുത്തുകയാണെങ്കിൽ പ്രോപ്പർട്ടിയുടെ വിപണി വിലയിൽ നിന്നും കൂടുതലായിട്ട് നിങ്ങൾക്ക് വിൽക്കുമ്പോൾ അതിൻ്റെ വില കിട്ടാനായിട്ട് സാധിക്കും. എന്തെങ്കിലും പ്രോപ്പർട്ടിയിൽ ഡോക്യുമെൻറ്റ്സിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഇപ്പോൾ ടാക്സ് അതുപോലെ റവന്യൂ രേഖകളിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് കരുതുക, അത് എത്രയും പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ വില കുത്തനെ ഉയരും. അതുപോലെ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ വസ്തുവിൻ്റെ ആകൃതി, എന്തെങ്കിലും വസ്തുവിൻ്റെ ആകൃതിയിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ഒരു ജോമെട്രിക്കൽ ഷേപ്പിലേക്ക്, അത് എത്ര റിസ്ക് ആയാലും ഒരു ജോമെട്രിക്കൽ ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം. കൂടുതലും ആൾക്കാർ സമചതുരം അങ്ങനെയൊക്കെ നോക്കി പ്രോപ്പർട്ടിയുടെ ആകൃതി നോക്കി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വസ്തുവിലേക്കുള്ള വഴി സൗകര്യം കുറവാണെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ ഇടുങ്ങിയ വഴിയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ വഴി സൗകര്യം, വീതി കൂടിയ ഒരു വഴി, അതൊരു മോഹവില കൊടുത്തിട്ടാണെങ്കിലും ഉടമയുടെ കയ്യിൽ നിന്നും ആ വഴി മേടിച്ച് ഇടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഒരു കെട്ടിടമുള്ള പ്രോപ്പർട്ടി ആണെങ്കിലോ ആ കെട്ടിടം നല്ല രീതിയിൽ മോടി പിടിപ്പിച്ച് റിനോവേറ്റ് ചെയ്ത് പെയിൻ്റ് അടിച്ച്, ഇനി കാർ പോർച്ച് ഇല്ലാത്ത വീടാണെങ്കിൽ കാർ പോർച്ചൊക്കെ കെട്ടി, അതുപോലെ ചുറ്റുമതിലില്ലാത്ത ഒരു പ്രോപ്പർട്ടി ആണെങ്കിൽ നല്ല മനോഹരമായ രീതിയിൽ ചുറ്റുമതിലൊക്കെ കെട്ടി അതിനെ മോടി പിടിപ്പിച്ചിടുകയാണെങ്കിൽ വരുന്ന ബയ്യേഴ്സിനെ അത് ആകർഷിക്കും. അപ്പം നമ്മളൊരു വീട് വിൽക്കാനിട്ടേക്കുവാണെങ്കിൽ എത്രത്തോളം മറ്റുള്ളവരെ, അല്ലെങ്കിൽ അത് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളെ എത്രത്തോളം ആകർഷിക്കാൻ പറ്റുമോ അത്രത്തോളം ആകർഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോപ്പർട്ടിയിലോ ഡോക്യുമെൻറ്റ്സിലോ അല്ലെങ്കിൽ ഇതെല്ലാം ക്ലിയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നല്ല ഒരു വില കിട്ടി ആ പ്രോപ്പർട്ടി വിൽക്കാനായിട്ട് സാധിക്കും.